അതിന് ശേഷമാണ് ഞങ്ങൾ ചില കാര്യങ്ങളും കൂടി അറിയുന്നത്. ഇവൻ ICUവിലായിരിക്കുന്ന സമയത്ത് 2 പ്രാവശ്യവും ഇവൻ്റെ ECG മോണിറ്റർ നിന്നു. അതായത് ഇവൻ മരിച്ചു എന്നുള്ള വാർത്ത തന്നെയാണ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ വന്ന വാർത്ത. പക്ഷെ ഞങ്ങളോടത് ആരും പറഞ്ഞില്ല, ഞങ്ങളെ ആരും അറിയിച്ചതുമില്ല. ഏതാണ്ട് ഇതേ സമയത്താണ് ഉടമ്പടി വസ്തുക്കൾ ഇവൻ്റെ അടുക്കൽ ഞങ്ങൾ കൊണ്ടുവയ്ക്കുന്നത്. അതിനുശേഷം ഒരു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ ഒരു സത്യമാണ്, ഏത് നിമിഷമാണോ നിങ്ങൾ ആ വസ്തുക്കൾ, അതായത് ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുവച്ചത്, ആ സമയം മുതൽ ഇവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു തുടങ്ങി. ഇവൻ ജീവനിലേക്ക് വന്നു തുടങ്ങി. ഇവൻ ശക്തമായി ശ്വസിക്കാൻ തുടങ്ങി. എല്ലാ അനുഗ്രഹങ്ങളിൽ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു. 2 ആഴ്ചയോളം ഇവൻ ICUവിൽ തന്നെ ആയിരിക്കുമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. പക്ഷേ 2 ആഴ്ചയ്ക്ക് മുന്നേ തന്നെ ഇവൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി. ഏകദേശം 6 മാസത്തോളം ഇവന് സമ്പൂർണ്ണമായ ഒരു വിശ്രമം തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ 6 മാസത്തിന് മുന്നേ തന്നെ ഇവൻ സ്കൂളിൽ പോകാൻ തുടങ്ങി, പള്ളിയിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരിയേറെ നന്മകൾ ഞങ്ങൾക്ക് നൽകിയ, ഇവൻ്റെ ജീവനെ തന്നെ ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരിയേറെ നന്ദി.